നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് ശ്രീ സെവരാജ് സാറാണ്. കലാവേദികളിലെല്ലാം അദ്ദേഹത്തെ അറിയപ്പെടുന്ന തൂലികാ നാമം എന്ന് പറയുന്നത് ശ്രീ ഒളശ ഗുരുജി എന്നാണ്. നമുക്കിന്ന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. എങ്ങനെയാണ് ഒരു എഴുത്തുകാരിലോട്ട് എത്തിയത്? എൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ മേഖലകൾ കവർ ചെയ്തിട്ട് ഇവിടെ വന്നത്. ചെറുപ്പം മുതൽ തന്നെ എനിക്ക് ആധ്യാത്മിക രംഗത്തേക്ക് വളരെയധികം സ്വാധീനം ചെലുത്തുന്ന പല സംഭവവികാസങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ചെറുപ്രായം മുതൽ പഠിക്കുന്ന CMS സ്കൂളിലായിരുന്നു. CMS സ്കൂളിലെ ബൈബിൾ ക്ലാസ്സുകൾ സദാ ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. ആ കാലത്ത് എനിക്കതൊരു കാരണം ക്രിസ്തുവിൽ ഞാൻ ആകർഷണം ആ കാലഘട്ടം എൻ്റെ ചെറുപ്പത്തിലേ ഉണ്ട്. കാര്യം ഞാനൊരു ക്ഷേത്രത്തിലെ പൂജാരി ഒരു വെളിച്ചപ്പാടുമായിട്ട് അനേക വർഷം ഞാൻ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. ചെറുപ്പം മുതൽ ഞാൻ ചെറിയ പാട്ടുകളൊക്കെ പാടും. പിന്നെ ക്രിസ്തുവിലേക്കുള്ള ഒരു വരവിനെക്കുറിച്ചും അതിൻ്റെ ആ പ്രവർത്തന രീതികളെക്കുറിച്ച് പഠിക്കാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ എനിക്ക് ഉണ്ടായ ഒരു സംഭവമാണ് ഏറ്റവും വലിയ. കാരണം ഞാൻ ഈ ഉത്സവ സീസണിൽ ഞാൻ വെളിച്ചപ്പാടായിരുന്ന സമയത്ത് എനിക്ക് ഒരു തിക്ത അനുഭവം ഉണ്ടായി. ഞങ്ങൾ സമുദായത്തിൻ്റെ അടുത്ത് ഞങ്ങൾ പിരിവിന് പോകുന്ന പതിവുണ്ടായിരുന്നു. കാരണം നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുത്ത പണം വേണം. അതൊരു പ്രശ്നവിധി തെളിഞ്ഞതാണ്. എല്ലാ ഭക്തന്മാരുടെ അകപടിച്ച സേവനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഉത്സവത്തിനൊരു അതുകൊണ്ടാണ് ഇന്നും ഞങ്ങൾ ആ ഒരു പ്രവണതയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ എൻ്റെ നാട്ടിൽ തന്നെ അയ്മന പ്രദേശത്ത് ഉള്ള ഒരു സ്ഥലത്തേക്ക് ഞങ്ങളൊരു അന്ന് കടന്നു ചെന്നൊരു പെന്തക്കോസ് സഭ ഒരു വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ഞങ്ങളുടെ കൂട്ടാളികളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് ക്ഷേത്ര സംബന്ധമായിട്ടൊരു ഉത്സവം വന്നു. അപ്പോൾ അതിനുള്ള പിരിവുകളൊക്കെ ഫണ്ട് അതെ കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു പറഞ്ഞു. അപ്പോൾ അവർ വളരെ ചിരിച്ചപ്പോൾ നമ്മളൊക്കെ നല്ലൊരു പ്രശ്നമായിട്ട് അറിയാം. അപ്പോൾ അവർ പറഞ്ഞു സഹോദര വേറൊന്നും തെറ്റിദ്ധരിക്കരുത്, ഞങ്ങളങ്ങനെ ഞങ്ങളുടെ പള്ളിക്കാരും ഹിന്ദുക്കളുടെ വീട്ടിൽ പോയി അങ്ങനെ മേടിക്കാറില്ല. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ നിങ്ങളോ ചെയ്താൽ പോരെ, എന്തിനാണ് ഞങ്ങളെപ്പോലുള്ളവരിങ്ങനെ ബുദ്ധിമുട്ടിക്കുക എന്നൊരു ചോദ്യം ചോദിച്ചു. സത്യം പറയുകയാണെങ്കിൽ എനിക്കത് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി. ഞാൻ പറഞ്ഞു നമ്മുടെ ദൈവത്തിൻ്റെ പേരിലല്ലേ, ഏത് മതം ഏത് വയ്ക്കട്ടെ, ദൈവം ഒന്നേ ഉള്ളെന്നുള്ള സത്യമാണ് നമ്മളെ എല്ലാവരും പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ബൈബിൾ ക്ലാസ്സും ഞാനതാണ് പഠിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്ത് അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞില്ല എന്നൊരു വാക്ക് നിർത്താം, പക്ഷെ അവർ ഇത്രയും കൂടെ നമ്മുടെ മനസ്സിനെ ഒരു വേദനപ്പെടുത്തി. അപ്പം ഞാൻ ഉടനെ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പോവുക, എനിക്കിനി പിരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു. ഞാനങ്ങ് പോയി. ഞാനൊന്ന് നേരെ വീട്ടിൽ പോയി ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് ഉണ്ണാൻ തന്നെ തോന്നിയിട്ടില്ല. എങ്കിൽ കൂടി ഞാൻ ഒരു പേരിന് ലേശം ചോറ് കഴിച്ചിട്ട് കയറി കിടന്നു. ഒരു 5 മണി വരെ എഴുന്നേറ്റു. പിന്നെയും എനിക്ക് ഈ ചിന്തയായിരുന്നു, എന്തുകൊണ്ടാണ് അവരെങ്ങനെ പറയാൻ കാരണം. ഒരു ദൈവിക കാര്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അവരിങ്ങനെയാണോ പറയേണ്ടത്. വളരെ മനസ്സിലെ ടെൻഷൻ. ഞാൻ നൊയമ്പിലുമായിരുന്നു. അന്ന് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പോലും പറ്റില്ല. ഞാൻ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ മെഡിറ്റേഷൻ പോലും എനിക്ക് മനസ്സിനകത്തൊരു വല്ലാത്തൊരു വൈബ്രേഷൻ ഉണ്ടായത്. അത് സത്യം എന്തായിരിക്കും. അന്ന് പതിവില്ലാതെ ഞാൻ വൈകുന്നേരം ഒരു 7 സന്ധ്യയായപ്പോൾ 7 ആയപ്പോൾ ഞാൻ കയറി കിടന്നു. അപ്പോൾ കുട്ടികളും ഭാര്യയും എല്ലാവരും TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നേരം ഞാൻ കാണുന്നൊരു സ്വപ്നം എന്ന് പറഞ്ഞ ഇതാണ്. ഞാനൊരു വിജനമായ ഒരു മലമ്പ്രദേശത്തൂടെ നടന്നു പോവുക. അപ്പോൾ എനിക്ക് ആ ഭയം തോന്നി. ഇവിടെ ആരും കാണുന്നില്ല, ഒരു ചെടി പോലും ഇല്ല, വെറും ചെങ്കുത്തായ ചില പ്രദേശങ്ങളും കല്ലുകളും മുള്ളുകളും ഒക്കെ നിറഞ്ഞ് അങ്ങനെ നടന്നപ്പോൾ ഞാൻ പറയും ഞാൻ വഴി തെറ്റി പോയോ എന്തോ. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു വലിയൊരു ഇടിഞ്ഞു പൊളിഞ്ഞൊരു ഗോപുരം കാണാൻ പറ്റി. ഗോപുരം അപ്പം ഞാൻ ഇവിടെ ഒരു ഗോപുരം പാടുന്നു, പഴയ രാജാക്കന്മാരുടെ കൊട്ടാരമാണോ. എനിക്ക് ഭയമുണ്ട് കയറാൻ. എങ്കിൽ കൂടിയും ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ആ ഇതിനകത്തൂടെ ഗോപുരത്തേക്ക് കടന്നു ഞാൻ നോക്കുമ്പോൾ ആരുമില്ല. ഒരു സിനിമാ സ്ക്രീൻ ഇരിക്കുന്ന വലിയൊരെണ്ണം ഇരിക്കുന്നു. ഞാൻ പെട്ടെന്ന് അതിൻ്റെ നോക്കുമ്പോഴത്തെ ഒരു രൂപം, അത് വെളുത്ത ഒരു 30 വയസ്സ് കഷ്ടിച്ച് വരും, നല്ല വെളുത്ത് തുടുത്ത ഒരു മോഹനമായ രൂപം. അത് എങ്ങനെ എനിക്കതിന് ഇത് പറയണമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇങ്ങനെ സപ്രപഞ്ചക്കെട്ടേ കിടക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുക. എന്നെ കണ്ടോടെ കൈകൊണ്ട് ഇങ്ങനെ അണിച്ചു, അടുത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ പുറകോട്ട് നോക്കി, ഇനി എന്നോട് തന്നെയാണോ പറഞ്ഞു, നിന്നെ തന്നെ, നീ ഇങ്ങ് വരാൻ പറഞ്ഞു. ഞാൻ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ തൊടാൻ പറ്റി പറഞ്ഞു, നീ തുടരരുത്, ഇപ്പോഴും നീ അശുദ്ധനാ, ഞാൻ വിശുദ്ധി എത്തുമ്പോൾ നിന്നിലേക്ക് ഞാൻ കാര്യങ്ങൾ പറയാക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എല്ലാം മനസ്സിലാക്കി തരാം, നീ ശ്രദ്ധിച്ച് കേട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിന്നെ തേടിയാണ് ഞാൻ ഇത്ര നാൾ ഇവിടെ നിന്ന്, നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പം ഞാൻ എന്നെ തേടി വരാൻ പറ്റും, ഞാൻ ആരാണ്, നീ ആരുമല്ല, പക്ഷെ നിനക്ക് തൻ്റെയോടും ഭക്തിയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ലോകത്തിൻ്റെ സത്യം നിന്നിൽ കൂടെ ലോകത്തെ അറിയിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, അതാഗ്രഹം സബലീകരിക്കാനുള്ള സമയം സമാഗതമായിരിക്കുന്നു. അപ്പോൾ നീ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട, ഇനി എന്നെ അനുസരിച്ച് മുന്നോട്ട് ജീവിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഭഗവാനെ, അപ്പം ഞാൻ കൈകൂപ്പി ഭഗവാനെ ഞാനതിന് പ്രാപ്തരാണോ, തീർച്ചയായിട്ടും നിൻ്റെ ഈ കഴിഞ്ഞ കാലം മുഴുവൻ, ഈ ജന്മം മുഴുവൻ അതിനുവേണ്ടി നീ ഒഴുക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറയും. ഇന്നേക്ക് 7-ാം ദിവസം അപ്പം ഞാൻ ഇങ്ങോട്ട് ചോദിച്ചു, ഞാൻ എന്തും പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിക്കും. ഇന്നേക്ക് 7-ാം ദിവസം ഈ പ്രപഞ്ചത്തെ നടുക്കുമാറുള്ളൊരു സംഭവം ഇവിടെ ഉണ്ടാവും.
പല പല ഇത് ജനങ്ങൾ ഭയഭീതിയിലാക്കുകയും ദുരന്തങ്ങൾ ഒരുപാട് സംഭവിക്കും. അത് ലോകത്തെ അറിയിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരും വിശ്വസിക്കുമോ? ഉടനെ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കും. നീ ഞാൻ പറഞ്ഞതെല്ലാം നീ കേട്ട് നീ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്ത് തെളിവ് തരുമെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു നീ ജനലിനകത്തോട് വെളിയിലേക്ക് നോക്കാൻ പറഞ്ഞു. കഥ തുറന്നിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ആയിരക്കണക്കിന് ആളുകൾ എന്തൊക്കെയോ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെയല്ല കൈകൂപ്പുണ്ട് ഇതാ ആ ദൃശ്യത്തിലൊക്കെ നോക്കാൻ പറഞ്ഞു. അന്നേരം നോക്കി കഴിയുമ്പോഴത്തേക്ക് ഇവരൊന്ന് നോക്കി പെട്ടെന്ന് അത് മായായിട്ട് മാറി. അത് കഴിഞ്ഞ് പറയുന്നുണ്ട് ഇനിയുള്ള കാലം ഞാൻ നിന്നിൽ കൂടെ പ്രവർത്തിക്കും, എൻ്റെ സത്യം ലോകത്തറിയിക്കും, നിന്നിൽ കൂടെ പല രൂപത്തിൽ ഞാൻ പ്രവചനങ്ങളായിട്ടും നിൻ്റെ അത്ഭുതങ്ങൾ വരെ കാണിക്കാൻ ഞാൻ നിന്നിൽ കൂടെ വരും, നീ ഒന്നുകൊണ്ടും ഭയപ്പെടരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കെന്തോ ആ സമയത്ത് അന്ന് സമയം 7 മണി 7:30 ആയുള്ളൂ. ഞാൻ പെട്ടെന്ന് എൻ്റെ ശരീരം വേർത്തു. ഞാൻ ദൈവമേന്നും പറഞ്ഞ് ഞാൻ അലറി. അപ്പോൾ എൻ്റെ മക്കളും ഭാര്യയും പോയിട്ട് എൻ്റെ കയ്യെ കയറി പിടിച്ചു. എന്താ പപ്പ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ സ്വപ്നം കണ്ടെന്ന് നിർത്തും. എന്ത് സ്വപ്നമാണെന്ന് നിർത്തും. ഞാൻ പറഞ്ഞു എനിക്ക് ആരെയാണ് എനിക്കറിയാം, ഒരു യേശുവാണോ ബുദ്ധനാണോ കൃഷ്ണനാണോ ഒന്നും അറിയില്ല, ആ രൂപത്തിലൊരു ദിവ്യ രൂപത്തെ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഇത് കഴിഞ്ഞ് ഞാൻ ഈ കോട്ടയം ടൗണിൽ പലരും ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. അന്നേക്ക് 7-ാം പൊക്കമാണ് സുനാമി സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ പലരും പറഞ്ഞു ഗുരുജി പറഞ്ഞത് സത്യമാണ്, പക്ഷേ എനിക്ക് എന്നിട്ടും വിശ്വസിക്കാൻ തോന്നിയില്ല. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു ഇത് സാക്ഷ്യം പറഞ്ഞു. ഞാൻ സാക്ഷ്യം പറയാൻ പാടില്ല, കാരണം ഞാനിതൊരു മതത്തിന് വേണ്ടിയോ ജാതിക്ക് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ അല്ല, യഥാർത്ഥ ദൈവം ഉണ്ടെന്നുള്ള തെളിവ് അതിൽ കൂടെ പിന്നെ കൂടെ ഞാൻ ഫേസ്ബുക്കിൽ പ്രവചനങ്ങൾ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ സമയത്താണ് എൻ്റെ പറഞ്ഞ് ഇനി ഞാൻ സംഭരിച്ച 100ഓളം സംഭവങ്ങൾ ഞാൻ എൻ്റെ ഡയറി കുറിച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഞാൻ ചില സ്ക്രിപ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനകത്തെല്ലാം ബേസ് ചെയ്യുന്നതും ആ ഒരു ദൈവ സത്യത്തെ ഓർത്താണ്. ഇപ്പോൾ ധാരാളം ഡിവോഷൻ സോങ്സ് ഞാൻ എഴുതി. ഞാൻ വെറും വിദ്യാഭ്യാസമില്ല, പക്ഷേ എന്നിൽ കൂടി ഈ ഡിവോഷൻ സോങ് പാടാനും ട്യൂൺ ചെയ്യാനും എല്ലാം തരുന്ന ആ ഒരു അജൈവ ശക്തിയാണെന്നുള്ളത് ഞാൻ ബോധ്യപ്പെട്ടു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ താങ്ങാനാവാത്ത ഒരു സ്പിരിച്വൽ പവർ കയറിയപ്പോൾ ഞാൻ ഭയപ്പെട്ടു. ദൈവം ഇത് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഇതിനുള്ള വഴി കാണിക്കാൻ. അന്നൊരു വീണ്ടും പറഞ്ഞു നിന്നെ തേടി ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. നിന്നെ തേടി പ്രപഞ്ചത്തിൻ്റെ മറ്റൊരു ശക്തി ഇവിടെ ഉദിച്ചു വരുന്നുണ്ട്, കിഴക്കിൻ്റെ പുത്രൻ നീ എപ്പോഴും പാടിപ്പോയിരുന്നില്ല, ആ വ്യക്തി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശരി നമ്മുടെ ഈ ഇതിനകത്ത് ചാനലുകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഗുരു മനോജ് അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയത്. അത് യാദൃശ്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഗുരുവിനെ ഒന്ന് കാണണമെൻ്റെ ആഗ്രഹം പറഞ്ഞു. എപ്പോഴാണ് സൗകര്യം പോലെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടുത്തെ ഇഷ്ടം അനുസരിച്ച് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം യാദൃശ്യമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്ന വെളിപാട് മുഴുവൻ പുള്ളി ഇങ്ങോട്ട് പ്രവചിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് സംശയമില്ല, കാരണം ഇത് കർത്താവിൻ്റെ ഒരു വഴി തന്നെയാണ്. കാരണം ഞാൻ എന്തോ ധരിച്ചോ അതെല്ലാം അദ്ദേഹം ഇങ്ങോട്ട് തുറന്ന് ചോദിക്കുക. വർഷങ്ങൾക്കപ്പുറമുള്ള കാഴ്ചയും 2004 സംഭവിച്ചത് ഫാദർ മനോജ് ഗുരു ഇങ്ങോട്ട് ചോദിക്കുന്നു. അപ്പം ഞാനത് അതിശയിക്കല്ലേ. ആ ഒരു സബ്ജക്റ്റിൽ കൂടെ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞില്ലേ ക്രൈസ്തവ ക്രിസ്ത്യനല്ല യേശുദേവൻ എന്ന് പറയുന്നത് യഥാർത്ഥ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട്. അതുകൊണ്ടാണല്ലേ കണിയൊരുക്കിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത്തവണത്തെ ഈ ചാനലിൽ വന്നു ക്രിസ്മസിൻ്റെ കൊമരകത്തു നിന്നൊരു ഇത് വന്നു 40,000 പേരോളം കണ്ടു. അവരും പറഞ്ഞു ഞാൻ പറഞ്ഞു ഹിന്ദുക്കൾ കണിയൊരുക്കുന്നു, ശ്രീകൃഷ്ണ ഭഗവാൻ ക്രിസ്തുമത വിശ്വാസികൾ ഈ പുൽക്കോടും അതും ഒരേ ഒരാൾ തന്നെയാണെന്ന് പറഞ്ഞു. അതിനകത്ത് യാതൊരു തർക്കമില്ല. ഞാൻ എവിടെ വേണം സത്യം ചെയ്ത് പറയുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എല്ലാം ഒന്ന് തന്നെയാണ്. ആ രൂപം ദിവ്യരൂപം ലാസ്റ്റത്തെ കലിയുടെ കൽക്കിയുഗത്തിന് വരാനുള്ള അവതാരമാണ് ഭഗവാൻ യേശുദേവൻ. അതുകൊണ്ട് ലോക സമാധാനത്തിന് എല്ലാ ആടയങ്ങളും ഉപകരണങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ആത്മീയതയിലേക്കുള്ള ശാന്തി സമാധാന ലോക സമാധാനത്തിന് വേണ്ടി എന്തുവേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി പോലും അതിനെ അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാ മാനവ ഹൃദയങ്ങളിലും യഥാർത്ഥ സ്പിരിച്വൽ അതിൽ യഥാർത്ഥ ആത്മീയ ശക്തി ഉണ്ടാക്കുന്ന ഒരു വിശ്വരൂപമായിട്ട് കർത്താവ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി വേറെ ഒരു ലോകത്തേക്കുമില്ല, ബിംബങ്ങളുടെ ആരാധനകൾ ഒന്നുമല്ല, യഥാർത്ഥ സത്യത്തിൻ്റെ പാതയിലേക്ക് പോകുക എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജാണ് എന്നിൽ കൂടെ തന്നിരിക്കുന്നത്. അത് ലോകം അംഗീകരിച്ചു എന്നുള്ളതാണ് എൻ്റെ നാളെയും. ഇതുപോലെ നിങ്ങൾ ഏത് മതക്കാർ ഏത് ദൈവത്തെ വിളിച്ചത് എല്ലാം ചെല്ലുന്ന ഒന്നിലേക്ക് തന്നെയാണ്. ആ ഒരു സത്യമാണ് എനിക്ക് ഇന്ന് പറയാൻ പറ്റിയത്. എനിക്ക് കിട്ടിയ ധാരാളം പ്രവചനങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ ഡയറിയിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഗുരുവിൻ്റെ സമക്ഷത്തിൽ സമർപ്പിച്ചിരിക്കുക. കാരണം എനിക്കിനി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. കാരണം എല്ലാ അറിവുകളും തരുമ്പോഴും എൻ്റെ തലച്ചോറിൽ ഒരു വിങ്ങലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എത്രയോ മാനസികപ്പെടുന്നത് എല്ലാതും ശാശ്വതമായ പരിപാടി. ഇപ്പോൾ ഞാൻ ഗുരുവിൻ്റെ ശിഷ്യനാകാൻ കൊതിക്കുകയാണ്. അത് അവിടുന്ന് അംഗീകരിച്ചാൽ മാത്രം നടക്കും. ഈ ദർശനങ്ങൾ കിട്ടിയെന്ന് പറയുന്നത് സ്വപ്നങ്ങളിലൂടെയാണ്. സ്വപ്നങ്ങളെ കൂടെ തന്നെയാണ്. അങ്ങ് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്? ഉണ്ട്. ഞാൻ ചെറുപ്പം പോലെ മെഡിറ്റേഷൻ ചെയ്യുന്നത്, യോഗയൊക്കെ പഠിച്ചാ. അപ്പം മെഡിറ്റേഷൻ കഴിഞ്ഞ് നിദ്രയിലോട്ട് പോകുന്ന സമയത്ത് കാണുന്ന ദർശനങ്ങളാണ്, സ്വപ്നങ്ങളാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത്. സ്വപ്നം എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക കാലമുള്ളൂ. എനിക്ക് എപ്പോഴൊക്കെ ഞാൻ പറഞ്ഞില്ല വൈകുന്നേര സമയമൊക്കെ ഒന്ന് മയങ്ങുമ്പോഴായിരിക്കും സ്വപ്നം വരുന്നത്. അന്നേരം മെസ്സേജാണ് തരുന്നത്. ആ മെസ്സേജ് വഴി ജീവിച്ചോളാം എന്നാണ് എനിക്ക് ഓർഡർ തന്നിരിക്കുന്നത്. ഞാൻ മത്സ്യമാംസങ്ങളും ഇതെല്ലാം ഉപയോഗിച്ചിട്ട് വ്യക്തിയാണ്. പക്ഷേ എന്നോട് ദിവസം ചോദിച്ചു ഞാൻ കഴിക്കാത്ത വസ്തു നീ എന്തിനു കഴിക്കുന്നു, ആദ്യത്തോട് അന്ന് അതും ഞാൻ നിർത്തി. അതുപോലെ എനിക്ക് അത്ഭുതങ്ങളുണ്ട്. എൻ്റെ മക്കൾക്ക് പറഞ്ഞില്ലേ 6 ബ്ലോക്കായിരുന്നു എൻ്റെ മകന്. 6 മെഡിക്കൽ കോളേജ് എറണാകുളത്തുണ്ടായിരുന്നു, അവനെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു.
ഡോക്ടർമാർ പ്രതീക്ഷയ്ക്ക് വകയില്ല, 6 ബ്ലോക്കും വാലും ചുരുങ്ങി എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ വിളിച്ചു, എൻ്റെ കർത്താവിൻ്റെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവേ ഞാൻ ഇനി വേറൊന്നും ചിന്തിക്കുകയില്ല, എൻ്റെ കൊച്ചിനെന്ത് സംഭവിച്ചാൽ ഞാൻ ഈ വിശ്വാസം എല്ലാം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. ഏതായാലും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കൊച്ചിന് ഒരു പ്രശ്നവും ഇന്ന് അവൻ അന്തസ്സായിട്ട് ജോലി ചെയ്യുന്നു, അവനും അതേ പാതയിലേക്ക് വന്നിരിക്കുക. ശരിക്കും അങ്ങ് ഹിന്ദു ആയിരുന്നു. ഞങ്ങൾ ശൈവ ബ്രാഹ്മണന്മാരായിരുന്നു. അന്ന് ആ വീട്ടിലുണ്ടായ ആ ഒരു ഇത് പ്രത്യക്ഷത്തിൽ എനിക്ക് അങ്ങനെ ഒരു വിളി ദൈവവിളി വന്നു. ആ ദൈവവിളി കൂടെ എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. എൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അറിയാം. ഏത് പൂജ ഏത് മന്ത്രം ചെയ്താലും ചെല്ലുന്നതല്ല അവിടത്തേക്കാണ്. കാരണം ആ ഒരു യോഗീശ്വരനാണ്, ആ യോഗീശ്വരനായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു ബുദ്ധമത അനുയായിയാണ് അദ്ദേഹം. അത് ലോകം അംഗീകരിച്ച സത്യമാണ്. അഹിംസാ മൂർത്തിയാണ്. അതിന് വേറെ മറുപടി വായിക്കാനില്ല. ആരെന്ത് പറഞ്ഞാലും ശരിയാണ്, സത്യം തെളിയിച്ചു തന്നാണ്. എൻ്റെ അനുഭവം, ജീവിതാനുഭവങ്ങളാണ് പറഞ്ഞത്. എൻ്റെ ദുഃഖങ്ങൾ മാറുന്നു, ദുരന്തങ്ങൾ മാറുന്നു. ഇത് ലോകം അറിയണം. അനേകം ദൈവങ്ങളിൽ ഒരേ ഒരു ദൈവം, അത് ഞാൻ സാക്ഷ്യപ്പെടുത്തുക. ഞാൻ പണത്തിന് വേണ്ടി, പ്രതാപത്തിന് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടിയല്ല. എൻ്റെ ജീവിതാനുഭവം എൻ്റെ മക്കളോട് ചോദിച്ചറിയാമല്ലോ. എൻ്റെ 2 മക്കളുണ്ട്, പാലക്കാടുള്ളവർ, എറണാകുളമുള്ളവരുണ്ട്. അവർക്കൊക്കെ അവരും ഇന്നും പോകുന്നുണ്ട്. അവരെന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ അവരന്നേരം തന്നെ അവിടുത്തെ പള്ളിയിൽ പോയി അനാഥാലയത്തിൽ കൊണ്ട് കൊടുക്കും. അങ്ങ് വെളിച്ചപ്പാടായിട്ട് പോകുന്നവരാണ്. വർഷങ്ങളോളം വെളിച്ചപ്പാടായിരുന്നു. ഈ ഒരു തിരിച്ചറിവിന് ശേഷം അത് നിർത്തി. ദൈവം തന്നെ എന്നെ തടസ്സപ്പെടുത്തി. ഞാൻ വെളിച്ചപ്പാടായിരുന്നു. ഒരു നിമിത്തം വന്ന് എനിക്ക് അവിടെ ഒതുങ്ങേണ്ടവരല്ല. ഞാൻ പുറംലോകം അറിയട്ട് യഥാർത്ഥ സത്യത്തിലേക്ക് പോകണം എന്നുള്ളതാണ് കാഴ്ചപ്പാട് എനിക്കുണ്ടായി. എല്ലാം ഒന്നും സർവ്വമയമാണ്. അത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും ലേഖനങ്ങളൊക്കെ ഞാൻ പരസ്യം എഴുതുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ആ ഒരു ശക്തിയെ തന്നെ ഇതെല്ലാം ഒന്നിലടങ്ങിയിരിക്കുന്ന വസ്തുവാണെന്നുള്ള പറയുന്നത്. അപ്പോൾ അതിനകത്ത് സംശയത്തിന് യാതൊരു തർക്കവുമില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതാനുഭവം, എനിക്കുണ്ടായ ആ ദൈവവിളി, ഞാനിപ്പോഴും എൻ്റെ അതേ പൂജയും മന്ത്രങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും ഉണ്ട്. എല്ലാം പ്രകൃതിയോടുള്ള പൂജയാണ്, അല്ലാതെ ഒരു വ്യക്തിയോടോ ഒന്നുമല്ല. ഞാനിപ്പോഴും വീട്ടിലെ ആചാരങ്ങൾ അനുഷ്ഠാനം അതേപോലെ നടത്തുന്നുണ്ട്. മതമാറ്റമോ അല്ല, മനം മാറ്റമാണ്. ശാശ്വതമായ ഒരു സമാധാനം എനിക്ക് കിട്ടിയെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ രേഖകൾ. അല്ല വിദ്യാഭ്യാസം ഇല്ലാത്ത എനിക്ക് എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റി. പലരും ചോദിച്ചു ഗുരുക്ക് എന്നാ എഡ്യൂക്കേഷൻ. ഞാൻ പറഞ്ഞു എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്, സാധാരണ ഒരു ഓട്ടോ തൊഴിലാളിയാണ്. പേരും നാമം നമ്മൾ കടലിലെ മത്സ്യങ്ങൾക്ക് മുക്കുവര പേരിടുന്നത്. അത് നമ്മുടെ കയ്യിലൊക്കെ നമ്മൾ വ്യത്യസ്ത മീൻ ഒന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞ പോലെയാണ് വ്യത്യസ്ത മതങ്ങളിൽ വ്യത്യസ്ത ഭാഷകളുണ്ട്. അവരെല്ലാം നമ്മളൊക്കെ പ്രപഞ്ചേശ്വരനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിലാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവെന്ന സങ്കല്പം തന്നെ പറയുന്നത്. അതിപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മനോജ് ഗുരു തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ആ പറയുന്ന ആ ഗുരുവിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പം ജീവിതാനുഭവങ്ങളാണ് ഒരു ദൈവത്തിനെ നമ്മൾ ശരിക്കപ്പെടുന്നത്. അനേകം ദൈവങ്ങളില്ല. ഈ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങ് വെളിച്ചപ്പെടായിട്ട് പോവുകയാണ് ആയിരുന്നു. അന്നേരം ഉണ്ട്, വർഷങ്ങളോളം ഉണ്ട്. പക്ഷെ അന്നുണ്ടായ ആ സ്വപ്ന ദർശനത്തിൻ്റെ ആ ഒരു ഇതിലാണ് ഞാൻ ഇപ്പം ഈ ഒരു ഇതിലൊക്കെ ഉറച്ചു നിൽക്കുന്നത്. ഇപ്പം ഞാൻ വെളിച്ചപ്പെട്ട സ്ഥാനം വിട്ടു. ഞാൻ പൂജയും മന്ത്രങ്ങൾ വീട്ടിൽ ചെയ്യും. ഇന്ന് ദേവാരം പൂജ എന്ന് ഞങ്ങളുടെ ഭാഷ പറയും. ആ ദേവാര പൂജ ഇന്ന് ഞാൻ ചെയ്യുന്നുണ്ട്. അത് ദൈവത്തിനെ വിളിക്കുന്നുള്ളൂ. ദൈവങ്ങൾ എന്നൊരു ഇല്ല. ഏകവചനത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് ഏകദൈവ വിശ്വാസത്തിലേക്ക് ഞാൻ പോകുന്നത്. അപ്പം അത്രയും വർഷം ആ മെഡിറ്റേഷൻ ചെയ്തിട്ട് ആ ഒരു ട്രൂത്ത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ശരിക്കും ആ ഒരു സ്വപ്ന ദർശനത്തിന് ശേഷമാണ്. അതാണ് കറക്റ്റായിട്ടുള്ള പോയിന്റ് വന്നത്. 7:30 മണി സമയം ഒന്ന് ആലോചിക്ക്. രാത്രി ഇതൊന്നുമല്ല, കറക്റ്റ് സന്ധ്യയ്ക്ക്. അപ്പോൾ ആ എൻ്റെ ഹൃദയവേദന ദൈവം മനസ്സിലാക്കി. എൻ്റെ ഹൃദയത്തിലുണ്ടായ ആ ഒരു അകൽച്ച, മതസ്പർദ്ധ പോലുള്ള അകൽച്ച ഉണ്ട്. അതിൽ നിന്നാണ് ദൈവം എനിക്ക് ഒരു സത്യം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ 7 വർഷത്തോളം അങ്ങ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അങ്ങയുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? മെഡിറ്റേഷൻ ആനന്ദമായിരുന്നോ? അപ്പോൾ സ്പിരിറ്റുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ഉള്ളിലെ എന്നെ തിരിച്ചറിയുന്ന ആ ഒരു മൊമെന്റ് ആണല്ലോ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു ലയനം സംഭവിക്കുമ്പോൾ തുരിയ അവസ്ഥയിലെത്തുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ എന്നിലെ എന്നെ തിരിച്ചറിയുന്ന, റിയലൈസ് ചെയ്യുന്ന ആ ഒരു നിമിഷം. അപ്പോൾ ആ സമയത്തൊന്നും അങ്ങക്ക് ഇത് തിരിച്ചറിയാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? കുടുംബജീവിതത്തിൽ കലുഷിതമായ അന്തരീക്ഷങ്ങളാണ് സംജാതമാകുന്നത്. കുടുംബജീവിതം എപ്പോഴും ശാശ്വതമാണെന്നല്ല. കടലിൽ തെരയും മറിയും വരുന്ന പോലെ തന്നെയാണ് മനുഷ്യന്. യഥാർത്ഥ ഭക്തിയുള്ള മനുഷ്യരെ ദൈവം കണ്ടമാനം പരീക്ഷിക്കും. പല പല പ്രലോഭനങ്ങൾ, പല പല വിഷയങ്ങൾ, കുടുംബ കലഹങ്ങൾ, അയൽവക്കത്തുള്ളവർ, അങ്ങനെ ഇങ്ങനെ പല പല വിഷയങ്ങൾ. അതിനെയൊക്കെ അതിജീവിക്കാൻ ഒരേ പ്രാർത്ഥന, ദൈവമേ നീ എന്നെ എടുക്കുകയാണെങ്കിൽ എടുത്തു, മറിച്ച് എന്നെ നിൻ്റെ വേലയ്ക്ക്, സുവിശേഷത്തെ വേലയ്ക്ക്, അല്ലെങ്കിൽ നിൻ്റെ യഥാർത്ഥ സത്യം ഇങ്ങനെ അറിയിക്കുകയാണെങ്കിൽ ഞാൻ ലോകത്തെ അറിയിക്കാം. എനിക്ക് ആരോഗ്യം തരണം, വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല. കടബാധ്യതകളെല്ലാം തട്ടിത്തെറിപ്പിച്ചു. എല്ലാം ഞാൻ നിനക്ക് ശക്തിയായിട്ടുണ്ട്. പിന്നെ നീ എന്തിനു ഭയപ്പെടുന്നു എന്ന് ചോദിക്കുന്നത്. ഇന്ന് ശാശ്വതമായ സമാധാനം. എൻ്റെ മക്കളും നല്ല നിലയിലായി, എൻ്റെ കുടുംബത്തിനും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, വളരെ ക്ലിയറായി. ഇനിയിപ്പോൾ ഫുൾ സമയം ഞാൻ ദൈവികമായ ചിന്തയിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എനിക്ക് വേറെ ജടിലമായ യാതൊരു സുഖങ്ങളും. അതിനുശേഷമാണ് അങ്ങ് എഴുത്ത് തുടങ്ങിയത്? അല്ല, അത് തന്നെ 2001 ചെറുതായിട്ട് ഞാൻ എഴുതുമായിരുന്നു. പക്ഷേ യഥാർത്ഥ എഴുത്തിലേക്ക് വന്നത് ഈ മെഡിറ്റേഷൻ കഴിഞ്ഞാൽ പിന്നെയാണ്.
2006 കൂടിയാണ് ഞാൻ എഴുത്തിലേക്ക് കിടന്നത്. കൂടുതൽ പ്രസിദ്ധീകരണങ്ങൾ എനിക്കുണ്ട്. 22 പ്രസിദ്ധീകരണം ഞാൻ എഴുതിക്കൊണ്ടിരുന്ന സ്ക്രിപ്റ്റുകൾ എഴുതുന്നുണ്ട്, ഷോർട്ട് ഫിലിമിലുള്ള കഥകളൊക്കെ എഴുതുന്നുണ്ട്. ഇതെല്ലാത്തിൻ്റെയും ബേസിക്കലായിട്ടുള്ളൊരു അർത്ഥം എന്ന് പറയുന്നത് ദൈവമാണ്. ഞാൻ കേവലം ഒരു തൂലിക മാത്രമേ ഉള്ളൂ. ആ തൂലികക്കകത്ത് അങ്ങ് മെഡിറ്റേഷനിൽ ഇരുന്നതിന് ശേഷമാണ് അങ്ങക്ക് ഓരോ സ്റ്റോറി കിട്ടും. ഇപ്പം തന്നെ 2-3 സിനിമയുടെ കഥകൾ അങ്ങയുടെ കയ്യിലുണ്ട്. ഉണ്ട്. അതെല്ലാം അവിടെ തരുന്ന. എപ്പോഴൊക്കെ എനിക്ക് കഥ എഴുതും, ഞാൻ ചിലപ്പോൾ വണ്ടി കഴിയുന്ന സമയത്തായിരിക്കും, അല്ല ഞാൻ വേറെ എന്തെങ്കിലും കുളിക്കുന്ന സമയത്തായിരിക്കും, പെട്ടെന്നൊരു മെസ്സേജ് എനിക്ക് വരും. ഞാൻ അന്നേരം തന്നെ ഇപ്പോൾ രാത്രി കിടക്കാൻ നേരം തലയണയ്ക്ക് ഇടയ്ക്ക് വെച്ചിട്ട് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ഡയറി തുറന്ന് വെച്ചേക്ക്, പേനയും വെക്കും. എഴുതുന്ന കഥകളെല്ലാം സ്പിരിറ്റുമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട കണക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും അന്ധവിശ്വാസ അനാചാരങ്ങളെ ഇല്ലാതാക്കി ശാസ്ത്രമായ സത്യമാണ്. അതെ, അത് എനിക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജുകൾ മൊത്തം അങ്ങനെയാണ്. അല്ല നമ്മൾ സ്വന്തമായിട്ട് കാര്യമില്ല, എല്ലാം അവിടെ നിന്ന്. ഞാൻ പറഞ്ഞില്ല, ഒരു പേനയ്ക്കകത്ത് മഷി ഉണ്ടെങ്കിൽ മാത്രമേ ആ തെളിയുള്ളൂ. മഷി ഇല്ലെങ്കിൽ ആ റീഫിൽ നമ്മളെ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മഷി നിറച്ച് തന്നിരിക്കുക. ആ സ്പിരിറ്റ് പവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവം എന്നെ ഉപേക്ഷിച്ചേക്കും, അത് നമ്മൾ മരണപ്പെടും. അപ്പം അങ്ങയുടെ പർപ്പസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അങ്ങേക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എഴുത്തിലൂടെ. അതെ, എഴുത്തിലൂടെ പുതിയ തലമുറയ്ക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും. കാരണം നമ്മൾ സാധാരണക്കാരനാണ്. അപ്പം എൻ്റെ വാക്കുകൾക്ക് നമ്മൾ സുവിശേഷം പറഞ്ഞുകൊണ്ട് ആരും അംഗീകരിക്കില്ല. പഴയ സുവിശേഷത്താളുടെ അവസ്ഥ അറിയാം. ഇപ്പോൾ അതല്ല, ഞാൻ കൊടുക്കുന്ന മെസ്സേജുകൾ ഫേസ്ബുക്ക് വഴി എഴുത്തിൽ കൂടെ വായിക്കുന്ന എത്രയോ പേരുണ്ടോന്നില്ല. ഇപ്പോൾ 5000-ഓളം ഫോളോവേഴ്സ് എനിക്കിപ്പോൾ ഉണ്ട്. സത്യം അറിയാൻ തുടങ്ങി. ഞാൻ എഴുതിയ എൻ്റെ ആ ഒരു പ്രൊഫൈൽ നോക്കുന്നവർക്കറിയാം. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ച് എനിക്കറിയാമല്ല. ഞാൻ എഴുതിയ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കാറുണ്ട്. എനിക്ക് എങ്ങനെ സംഭവിച്ചു? അപ്പം ഒന്ന് പറഞ്ഞു, ഞാനാണ് നിന്നിലുള്ളത്, എന്നെ നിന്ന് ഇനിയും അവിശ്വസിക്കരുത്, വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ലോകത്തിനോട് എനിക്ക് പറയാനത് അതേ ഉള്ളൂ. കാരണം ഇത് ഞാൻ പറഞ്ഞ ആരും മതസ്പർദ്ധവർത്തനൊന്നും അല്ല. അപ്പം ഞാൻ പറഞ്ഞ പ്രധാനമന്ത്രി പോലും അംഗീകരിച്ചു. അതൊരു എത്രയോ വലിയ യോഗീശ്വരനാണ്. അതുപോലെ ഇപ്പോൾ എത്രയോ പ്രവാചകന്മാർ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. എത്രയോ പേർ നമ്മളറിയാത്ത ധാരാളം പേർ സത്യം അറിയുന്നുണ്ട്. അവരിലേക്കൊക്കെ ഞാൻ പറഞ്ഞില്ല. ലാസ്റ്റത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. കാരണം പറയുന്നുണ്ട്, ലാസ്റ്റ് ലോകാവസാനത്തിൻ്റെ ഭാഗമായിട്ട് പഴയ ഇലകളെല്ലാം പൊഴിഞ്ഞ് പുതിയ നാമ്പുകൾ മുളയ്ക്കും. അത് ആത്മീയത്തിൽ കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഇനി വരുമ്പോഴത്തെ കാലഘട്ടത്തിൽ ജനറേഷൻ കുറയും. അതോട് സ്വർഗ്ഗരാജ്യം ഇവിടെ കെട്ടി വരിക. കാരണം ഉള്ളതുകൊണ്ട് സമാധാനമായിട്ട് കഴിയുക, ശാന്തി സമാധാനം. ഇപ്പോൾ രോഗങ്ങൾ വന്ന് പലരും പൊഴിഞ്ഞു പോയി. ഇത് നമ്മൾ അതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ട. ഇതെല്ലാം ദൈവത്തിൻ്റെ തീരുമാനമാണ്. ദൈവം വന്നിട്ടുണ്ട് കളകൾ പാടം നമ്മൾ നെല്ല് വിതയ്ക്കുമ്പോൾ കളകളെ കൂട്ടിയല്ല വിതയ്ക്കുന്നത്. അതുകൊണ്ട് ഇന്ന് കള പറിച്ച് കഴിയുമ്പോൾ കർഷകന് ഉത്തമനായ കർഷകന് വിളവ് കിട്ടുള്ളൂ. അതുപോലെ ദൈവവും ആവശ്യമില്ലാത്ത മനുഷ്യനെ ഭൂമി വിടും. ആവശ്യമുള്ളവർക്ക് വീണ്ടും ഒരു റീബർത്ത് എടുക്കാനുള്ള അവസരം അവിടെ കൊടുക്കുക. അത് ഫുൾ എനർജിക്കായിട്ടാണ് വരുന്നത്, അല്ലാതെ വെറുതെ ഒന്നുമല്ല. ആരോഗ്യം ദൃഢഗാത്രമായിട്ടുള്ളൊരു സമൂഹമാണ് ഇനി ഭൂമി വരാൻ പോകുന്നത്. അവർക്ക് സ്പർദ്ധകളില്ല, വിവേചനമില്ല, അവർക്ക് യാതൊരു തരത്തിലുള്ള അവരെല്ലാം സമചിന്തയോട് സമചിത്തതയോട് ഒരു സൃഷ്ടിക്കാൻ പോവുക. അതിനുള്ള ഭരണമാറ്റം പോലും അതിൻ്റെ ഒരു പ്രത്യേക തുടക്കമല്ലേ. അനീതികൾ എവിടെയാണെങ്കിലും അവിടെ അന്നേരം തന്നെ ശക്തമായ കരങ്ങൾ, ദൈവത്തിൻ്റെ കരങ്ങൾ വന്നിരിക്കുക. അങ്ങ് ഹിന്ദു മതത്തിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഏകമത ദൈവം, ഞാൻ ആ ഒരു കൺസെപ്റ്റിലോട്ട്, ഒരു സനാതന ധർമ്മത്തിൻ്റെ ഒരു കൺസെപ്റ്റിലോട്ട് വന്ന സമയത്ത് ഫാമിലിയിൽ അങ്ങനെയായിരുന്നു എല്ലാവരുടെയും. അത് ഹിന്ദു എന്നൊരു പദ്ധതി ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഹൈന്ദവ സംസ്കാരം. ഓക്കെ. ആ സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ എല്ലാവരെയും പ്രാപ്തരാക്കണം. ദൈവം സൃഷ്ടിക്കുന്നത് അങ്ങനെയുള്ളൂ. ഒരു ഭൂമിയിലെ ജനങ്ങളെ എല്ലാവരും മതങ്ങളെ എവിടെയാണ്? അതായത് മാനത്തുനിന്ന് വർഷിക്കുന്ന ജലം വളരെ പരിശുദ്ധമാണ്. പക്ഷേ ഭൂമിയിൽ വന്നു കഴിഞ്ഞാലോ തോട്ടിലൂടെയോ ആറ്റിലൂടെയും ഒഴുകി മലിനപ്പെടും എന്ന് പറഞ്ഞ പോലാണ് സംസ്കാരത്തിൻ്റെ. ദൈവ അവതാരപുരുഷനായിട്ട് ആദ്യമേ തന്നെ തൻ്റെ പുത്രനെ ഒരു അവതാരത്തിൽ വിട്ടു. കാലങ്ങൾ മാറി സത്യത്രേത ദ്വാപര കലിയുഗം, ഈ 4 യുഗങ്ങളിലും ഈ പ്രത്യക്ഷപ്പെട്ട ഒരു ശക്തി തന്നെയാണ്. ആ 4 യുഗങ്ങൾ പറ്റാത്ത കലിയുഗം കൊണ്ട് അവസാനിപ്പിക്കുക. ഇവിടെയാണ് നമുക്ക് ബേത്ത പ്യൂരിഫിക്കേഷൻ നടക്കുന്നത്. ഇവിടെ ക്ലിയർ ചെയ്യുക. മനുഷ്യ ഹൃദയങ്ങളെ അദ്ദേഹം എടുത്തിരിക്കുകയാണ്. ആ ഹൃദയത്തിൽ ആണ് ദൈവത്തിൻ്റെ വിചാരം പെടുന്നത്. ഇന്നലെ വരെ ഞാനായിരുന്നു, ഇനി ഞാനല്ല, എന്നെക്കൊണ്ട് നയിക്കുന്ന ശക്തി ഉണ്ടെന്ന് തെളിയിക്കുക. ഇപ്പോൾ കോവിഡ് കാലവും പ്രളയകാലവും അതിൻ്റെ ഏറ്റവും ഒരു സൂചനയാണ്. ഈ പറഞ്ഞ മത നേതാക്കന്മാരുടെ എനിക്ക് ചോദിക്കാറുണ്ട്, പൂജാരിമാരുടെ ഒക്കെയുണ്ട്, പുരോഹിതന്മാരുടെ ഒക്കെയുണ്ട്. ഈ പ്രളയകാലത്തും കോവിഡ് കാലത്തും നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളും മാളത്തിൽ പോയി ഒളിച്ചു, അമ്പലങ്ങൾ പറഞ്ഞില്ല, പള്ളികളിൽ ആരാധന ഒന്നും നടന്നില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആൾദൈവത്തിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നോ? അപ്പോഴോ അവരും മുട്ടുമടക്കി. ദൈവം പ്രളയവും കോവിഡ് ഇതൊക്കെ വരുന്ന ദൈവത്തിൻ്റെ ശക്തമായ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ അതിജീവിക്കുക എന്നുള്ളതാണ് ഭക്തന്മാരുടെ ലക്ഷണം. നമ്മുടെ ഹൃദയം ദേവാലയം എന്നുള്ള ഭാഗം വേണം. പാവങ്ങളോട് ഇത് പോകണം. പണം ഉണ്ടായിട്ട് കാര്യമില്ല. വിശപ്പറിയുന്ന ആഹാരം കൊടുക്കണം, ദാഹിക്കുന്നതിന് വെള്ളം കൊടുക്കണം. അപ്പോൾ അതിനെയെല്ലാം പഠിപ്പിക്കുന്ന ആത്മീയ പുരുഷന്മാർ ഇനിയും ഇവിടെ അവതരിക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാലും ഞാൻ ഈ ഈ പ്ലാറ്റ്ഫോമിൽ വരാൻ കാരണം തന്നെ എൻ്റെ ഗുരുവിൻ്റെ ഗുരുവായിട്ടുള്ള മനോജ് ഗുരു മൂലമാണ്.
അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രബന്ധങ്ങളും എല്ലാ വാർത്തകളും ഞാൻ വായിക്കാറുണ്ട്. അദ്ദേഹം ലോകത്തിന് കൊടുക്കുന്ന നന്മകളുടെ എല്ലാം വായിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് തന്ന ശക്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടം അവിടുന്ന് തന്നെ. അതൊരു അവതരിക്ക് പ്രവാചകനാണ്. എല്ലാം സൗഭാഗ്യങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് കർത്താവിനെ പോലെ തന്നെ ലോകത്തിന് നല്ല പാതയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ എന്തൊരു അവിശ്വാസത്തിൻ്റെ പൂർണ്ണ വിശ്വാസത്തിനെ കൊടുത്തിരിക്കുക. ലോകരോടും ഞാൻ പറയുന്നതാ, അങ്ങനെയുള്ള പ്രഭാഷകരെ വിളിച്ചു വരുത്തി നിങ്ങൾ ന്യൂ ജനറേഷൻ ഏകദൈവ വിശ്വാസത്തിലേക്ക് ഉറപ്പിക്കാൻ ഇങ്ങനെയുള്ള പ്രവാചകന്മാർ വരട്ടെ, ലോകത്തിന് നന്മ കൊടുക്കട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. മനോജിയെ പരിചയപ്പെട്ട സമയത്ത് അങ്ങ് പറഞ്ഞായിരുന്നു അങ്ങക്ക് കിട്ടിയിട്ടുള്ള സ്വപ്ന ദർശനങ്ങളെ കുറിച്ചും ലൈഫിൽ അതിനുശേഷം നടന്നിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചുള്ള മനോജി ഇങ്ങോട്ട് പറഞ്ഞു എന്ന്. അതെ, അതെങ്ങനെയായിരുന്നു ആ ഒരു? അതുകൊണ്ടാണ് പറഞ്ഞത് അതൊരു മിറാക്കിളാണ് എനിക്ക് സംഭവിച്ചത്. എൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്തൊക്കെയോ ചിന്തകളും നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തൊക്കെയോ പറയാൻ ആഗ്രഹമുണ്ടല്ലോ, എല്ലാം തുറന്നു പറയുമെന്ന് പറഞ്ഞു. എളിമയുടെ ഭാഗം ഞങ്ങൾ വെറൊരു പ്ലാറ്റ്ഫോമത്തിൽ നിന്ന് സംസാരിക്കുന്നത്, ഞങ്ങൾ വേദി ഒരുക്കിയിട്ടില്ല. ഞാൻ എഴുതിയത് എൻ്റെ ഗ്രന്ഥങ്ങളും ഇതെല്ലാം അദ്ദേഹത്തിന് മുമ്പ് സമർപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഇനി നിങ്ങളെ എനിക്ക് ആവശ്യമുണ്ട്. ആ ഒരു ഇത് കൺസെപ്റ്റിലാണ് വീണ്ടും ഞങ്ങൾ ഒന്നിക്കാനുള്ള സാഹചര്യം വന്നത്. കാരണം ഇപ്പം എൻ്റെ ഹൃദയം ഒഴിഞ്ഞു. കാരണം എല്ലാത്തിൻ്റെ ആ ശക്തി ഊർജ്ജ സ്രോതസ് എല്ലാം അവിടെ സമർപ്പിച്ചപ്പോൾ ഞാൻ റിലാക്സ് ചെയ്തു. എൻ്റെ ഹൃദയം ശൂന്യമായി. ആ ഒരു ഇതിലാണ് ഇപ്പോഴും ഞാൻ പാതയിലേക്ക് പോകുന്നത്. അത് മനസ്സിലാക്കാൻ വേറൊരു ഗുരുവില്ല. ഞാൻ പറഞ്ഞ എല്ലാ ഇത് കൂടെ പോയിട്ടില്ല. പക്ഷേ ഒരു ഗുരുവിന് എനിക്കൊരു ഉപദേശം തരാൻ പറ്റിയിട്ടില്ല. യഥാർത്ഥ സത്യം അറിഞ്ഞൊരു ഗുരു എന്നുള്ളത് അത് തന്നെയാണ്. അത് ദൈവത്തിൻ്റെ ഒരു വിളിയാന്നുള്ള യാതൊരു തർക്കവും ഇല്ലത്. ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ ഇത് കാണുന്നുണ്ടല്ലോ. ആരും ഒരു ഇത് പറയുന്നില്ല. എല്ലാം നെഗറ്റീവായിട്ട് പറയുന്നത്, എല്ലാം പോസിറ്റീവ് മൈൻഡോട് തന്നെ അവർക്കും തത്വബോധം ഉദിച്ചു കഴിഞ്ഞു. എന്താണ് ദൈവം എന്നുള്ള ഒരു ലോകത്തിൽ അവർ എത്തിക്കഴിഞ്ഞു. ബാക്കിയുള്ളവർ ഒരു കാപട്യമാണ്, ഒരു നാടകമാണ് ജീവിതം. വെറും ജടിലമായ മോഹങ്ങൾക്ക് വേണ്ടി നെട്ടോട്ട് ഓടുന്ന ലോകം. ഇപ്പം അവർക്കാർക്ക് ദൈവത്തെ വിളിക്കാൻ സമയമില്ല. എന്തിനധികം, അതായത് എനിക്ക് ലാസ്റ്റും പറഞ്ഞാലുള്ള മാതാപിതാക്കളാണ് ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങൾ. ദൈവം പറഞ്ഞു എൻ്റെ സഹോദരനെ നിനക്ക് മനസ്സിലാക്കാനേ കാണാൻ പറ്റും, പിന്നെ അദൃശ്യത ശക്തിയെ എന്നെ നിനക്ക് എങ്ങനെ കാണും? ആ ഒരു സത്യയോടെ വെളിപ്പാകുക. മാതാപിതാക്കളല്ലേ നമ്മൾ 10 ദിവസം ചുമന്ന് നമ്മളാക്കി ആ മാതാപിതാക്കളാണ് നമ്മൾ കാണപ്പെട്ട ദൈവങ്ങൾ. അവരിന്ന് അനാഥാലയത്തിലും തെരുവുകളിലും കൊണ്ടുവിട്ടിരിക്കുക. അതാണ് ദൈവത്തിൻ്റെ കണ്ണിൽ ഏറ്റവും വലിയ കോപമായിട്ട് സംഭവം വന്നിരിക്കുന്നത്. പട്ടിണിയായിട്ട് പരിപാടിയാണ് അവൻ നമ്മൾ സഹകരിക്കും. നല്ല വാക്ക്, ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ മതി. മക്കളോടുള്ള സ്നേഹം, ആ ബഹുമാനം, അത് കിട്ടുമ്പോൾ തന്നെ അത് സ്വർഗ്ഗലോകം ആയിക്കഴിഞ്ഞു. മക്കളിവിടെ വിഭവസമൃദ്ധ കഴിക്കുമ്പം അമ്മ ഓർഫണേജിൽ കിടക്കുക. ഞാൻ 3-4 സഭയുടെ ഇതിനകത്ത് ഓരോ സമയത്തും ഞാൻ ഉള്ളതാണ്. ഇത് ഉണ്ട് നമ്മുടെ ഹെന്നാഭവന്, സ്വപ്നക്കൂട്, ഇങ്ങനെയൊക്കെയുള്ള പലയിടത്തും ഞാൻ പോയിട്ട് ഓരോ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ആ വികാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം അതിലായിരിക്കണം. ഇപ്പോൾ ലോകത്തിൽ നന്മ പ്രതീക്ഷിക്കുന്നുണ്ട് ദൈവമായിട്ട് മാതാപിതാക്കളാണ് ഏറ്റവും വലിയൊരു ബന്ധം. അതാ ഗുരു ഇത് പറഞ്ഞു തരുന്നുമുണ്ട്. നമ്മൾ പുറത്തെങ്ങും പോകണ്ട, വഴിപാടുകളോ പൂജകൾക്കോ ഒന്നും സ്ഥാനമില്ല. വീട്ടിൽ സമാധാനമായിട്ടൊരു അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളാണ് ഏറ്റവും വലിയ ദൈവം. ആ ദൈവമായിട്ട് വേണം നമ്മൾ യോജിക്കാൻ. അപ്പോൾ പിന്നെ നമുക്ക് അതിശയ ശക്തിയെ കാണാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്.